ഇന്നത്തെ നമ്മുടെ മെയിൻ പരിപാടി എന്താന്ന് വെച്ചാല്, നമുക്കിന്നൊരു ഓഫ് ഡേ ആണ്. സോ, ഓഫ് ഡേ ആവുമ്പോ നമ്മള് ക്രിക്കറ്റ് കളിക്കാൻ പോക്കാണ് മെയിൻ പരിപാടി. സോ, ഇന്ന് നമ്മളൊരു മാച്ച് വെച്ചിട്ടുണ്ട് ട്ടോ വേറെ ടീമായിട്ട്. അപ്പൊ മാച്ചിന് പോകുമ്പോ എനർജി ഡ്രിങ്ക് കുടിച്ച് കഴിഞ്ഞാല് പവറായിട്ട് കളിക്കാന്ന് ഞാൻ എവിടെയോ കേട്ടു. അപ്പൊ പിന്നെ നേരെ കടയിൽ കേറി ഒരു എനർജി ഡ്രിങ്ക് അങ്ങട് വാങ്ങിച്ചു. റെഡ് ബുൾ വേണോ മോൺസ്റ്റർ വേണോന്ന് ഇങ്ങനെ ആലോചിച്ച് അങ്ങടും ഇങ്ങടും നടന്ന് നടന്ന് അവസാനം ആ ഫ്രിഡ്ജിലുണ്ടായിരുന്ന മോൺസ്റ്റർ തന്നെ അങ്ങട് തൂക്കി. ഇനിയിപ്പോ പവറിനൊരു കുറവ് വേണ്ടല്ലോ. അതിന്റെ പേരില് കളിക്കാണ്ടിരിക്കണ്ടാന്ന് വെച്ചു. അത് കഴിഞ്ഞ് നേരെ ട്രെയിനില് കേറി മോൺസ്റ്ററിന്റെ നമ്മള് പരിപാടിയും കാര്യങ്ങളും അതിന്റെ ഷുഗർ കണ്ടന്റ് ഒക്കെ വായിച്ചു നോക്കി നേരെ ട്രെയിൻ എടുത്തു. ട്രെയിൻ എടുത്ത് കഴിഞ്ഞിട്ട് നമ്മളെറങ്ങി. ഇറങ്ങിയപ്പോ നമ്മുടെ ഫ്രണ്ടില് ദേ കിറ്റും കൊണ്ട് ഓടുന്നു. അവൻ നമ്മുടെ ടീമില് കളിക്കുന്നതാ. പക്ഷെ അവൻ ഞാൻ ബാക്കിൽ വരുന്നത് കണ്ടിട്ടില്ലേ. അവൻ ട്രാമ പിടിക്കാനായിട്ട് പുറത്തേക്ക് ഓടിക്കൊണ്ടിരിക്കുക. അപ്പൊ ഈ ഒരു കാണുന്ന സ്റ്റോപ്പിലാണ് നമുക്ക് ട്രാം വരിക. അതായത് ആ ഓപ്പോസിറ്റ് കാണുന്നിടത്ത്. അപ്പൊ ഇവിടുന്ന് ക്രോസ് ചെയ്തിട്ട് വേണം ട്രാമിന് കേറാനായിട്ട്. സോ, ട്രാമും വന്നു. നമ്മളവിടെ എത്തി വെയിറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോഴേക്കും ട്രാം വന്നു. ട്രാം കേറി ദേ നമ്മുടെ ഗ്രൗണ്ടിലെത്തി. ഗ്രൗണ്ടിലെത്തിയപ്പോൾ ഓൾറെഡി നമ്മുടെ പിള്ളേര് വന്നിട്ടുണ്ടായി. ഇതാണ് ട്ടോ നമ്മള് കളിക്കണ ഒരു ഗ്രൗണ്ട്. ദേ അവന്മാരവിടെ സ്റ്റമ്പും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യാ. അത് കഴിഞ്ഞ് നമ്മള് ദേ പ്രാക്ടീസ് തുടങ്ങി. പ്രാക്ടീസ് ആണല്ലോ മെയിൻ. എല്ലാത്തിന്റെയും പ്രാക്ടീസ് ക്യാൻ മേക്ക് മാൻ പെർഫെക്റ്റ് എന്നാണല്ലോ. അപ്പൊ ഇവിടെ പ്രാക്ടീസ് തുടങ്ങി. സിക്സ് അടിക്കുംന്ന് പറഞ്ഞ് ഇറങ്ങിയിട്ട് ബോള് നിലത്തടിച്ച് കളഞ്ഞിട്ടുള്ള ചിരിയാ കാണണെ. അത് കഴിഞ്ഞ് അവൻ പിന്നത്തെ ബോൾ അടിച്ച് ബാക്കിലേക്കും കളഞ്ഞു. എന്നിട്ട് ബാക്കില് കാട്ടിലേക്ക് ചാടാൻ പറഞ്ഞിട്ട് ചാടാൻ പറ്റാണ്ട് ദേ അവിടെ നിൽക്കണ്ടായ ദീപുനെ വിളിച്ച് ദീപു ചാടി. അവിടെ പോയ ബോൾ എടുക്കാനായിട്ട് ചാടണ രംഗാട്ടോ ഈ കാണുന്നെ. അത് കഴിഞ്ഞ് ദേ നമ്മളിവിടെ ഓപ്പോസിറ്റ് ടീം വരാൻ വേണ്ടി വെയിറ്റിംഗാ. അവര് ഇതുവരെ വന്നിട്ടില്ല. അവര് വന്നാലല്ലേ നമുക്ക് കളി സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ ഉണ്ടായിരുന്ന രണ്ടാമത്തെ ബോൾ വെച്ച് ദേ അടുത്ത പ്രാക്ടീസ്. നമ്മടേല് പിന്നെ ആവശ്യത്തിൽ കൂടുതൽ ബോളുള്ള കാരണം ഒരു പ്രശ്നവുമില്ല.